എം മണി MLA ദേവികുളം മണ്ഡലത്തിൽ ഉൾപ്പെട്ട ബൈസൺവാലി പഞ്ചായത്തിലെ 20 ഏക്കർ സർവിദ്യ LP സ്കൂളിലെ 189 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കിയിലെ 5 മണ്ഡലവും LDF ജയിക്കുമെന്ന് എം മണി പറഞ്ഞു. സംസ്ഥാനത്ത് 100-ലധികം സീറ്റ് നേടുമെന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ തെരഞ്ഞെടുപ്പും നടക്കുമ്പോൾ അന്നേരത്തെ സാഹചര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞാൻ മന്ത്രിയും അന്നത്തെ ഒരു സാഹചര്യമുണ്ട്. ഇപ്പം ആ സാഹചര്യമല്ല. അതുകൊണ്ട് അന്നത്തെ ഭൂരിപക്ഷമാണോ അതിൽ കൂടുതൽ കിട്ടുമെന്നൊന്നും എനിക്കിപ്പോൾ നിർവചിക്കാൻ കഴിയും. മികച്ച വിജയം അവിടെ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ജില്ലയിലെ 5 സീറ്റും ജയിക്കും എന്ന 100% വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നിലവിൽ 4 ഉള്ളതാണ്. ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം, ഇടുക്കി. തൊടുപുഴയും കൂടെ പിടിക്കാൻ ഇത്തവണ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസമുള്ളത്. കേരളത്തിൽ 100-ലധികം സീറ്റെങ്കിലും ജയിച്ച് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും LDF അധികാരത്തിൽ വരും എന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആ കാര്യത്തിൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവിൻ്റെ കാര്യമില്ല എന്നാണ്. ഇന്നലെ ഈ ACB മന്ത്രിയുടെ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. അതായത് 2014 പ്രളയം മനുഷ്യനിർമ്മിതമാണ്, ഡാമുകൾ മനഃപൂർവ്വം അടച്ചിട്ട് കരിമണൽ സംരക്ഷിക്കുകയായിരുന്നു ഒരു വിവാദം പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ തവണ ഇലക്ഷനെ ബാധിക്കാൻ കാര്യമുണ്ടോ? അതെങ്ങനെ ബാധിക്കാനാണ്? ACB ആരുടെയാണ്? ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. അയാൾ പറഞ്ഞതാണോ? അയാൾ നിഷേധിച്ചില്ലേ? അയാളെങ്ങനെ വിവരക്കേട് പറഞ്ഞു എന്നോർക്കണ്ട. അന്ന് 2015 വെള്ളപ്പൊക്കം വന്നൊന്നും നിങ്ങൾക്കറിയാൻ കഴിയും.